ഭാഗമായിരിക്കാൻ സ്വർഗം നൽകുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ലാസ്റ്റ് ടൈം മിനിസ്ട്രി ദ ബ്രൈഡിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നുള്ളതാണ്. നമ്മളിന്ന് ആയിരിക്കുന്നത് ആത്മാവിൻ്റെ കൃപയുടെ ആത്മാവിൻ്റെ അധീനതയിലാണ്. സ്പിരിറ്റ് ഓഫ് ഗ്രേസ്, കൃപയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവിന് ഇന്നത്തെ സാഹചര്യങ്ങളുടെയും ഇന്നത്തെ യുഗത്തിൻ്റെയും ഒക്കെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്നത്തെ നമ്മൾ എവിടെ ആയിരിക്കും ചോദിച്ചാൽ ഒറ്റ ഉത്തരവുണ്ട്, നമ്മൾ കൃപയുടെ ആത്മാവിൻ്റെ അധീനതയിലാണ്. ദുഷ്ടൻ തൊടാതെ വണ്ണം അത് ഏതിന് സമമാണെന്നറിയാമോ? നോഹയുടെ പെട്ടകത്തിന് സമമാണ്. നോഹ ഉപദേശിച്ചു, നോഹയുടെ ഉപദേശത്തെ കൈക്കൊള്ളാൻ ആരും തയ്യാറായില്ല. കൃപയുടെ പെട്ടകത്തിൽ കയറുവാനുള്ള ഉപദേശത്തെ കൈക്കൊള്ളാതിരുന്നവരുടെ മുമ്പിൽ കൃപയുടെ പെട്ടകം ഉയർന്നു. കൃപയുടെ പെട്ടകത്തെ ഉയർത്തുന്ന കൃപയുടെ ആത്മാവ്. മറ്റൊരു വിഷയം നമ്മൾ പങ്കുവെച്ചത് സ്പിരിറ്റ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ. ഹല്ലേലൂയ, നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു. പരിശുദ്ധാത്മാവ് മഹത്വത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് കംഫോർട്ടറാണ്, കാര്യസ്ഥനാണ്, എന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, ഇന്റർസീഡ് ചെയ്യുന്നവനാണ്. പക്ഷപാതം ചെയ്യുന്നവനാണ് ആര്? പരിശുദ്ധാത്മാവ്. പക്ഷപാതം ചെയ്യാന്ന് പറഞ്ഞ കർത്താവ് യേശുവ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? നിങ്ങളുടെ ബലഹീനതയിൽ ബലമേകുന്ന പരിശുദ്ധാത്മാവ്. അവരുടെ പറയുന്നത് എപ്പോഴും ഇഷ്ടപ്പെടും. നിങ്ങളുടെ ബലഹീനതയിൽ ബലമേകുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ബലഹീനതയ്ക്കകത്ത് നിങ്ങൾ ബലഹീനനാണ്, അശക്തരാണ്, അയോഗ്യതയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുന്നതല്ല ദൈവിക പദ്ധതി. സ്തോത്രം. ഞങ്ങളെ പോലുള്ള കുറച്ച് വിശുദ്ധന്മാരും മാത്രമായിരിക്കണമെന്ന് ആഗ്രഹിച്ച യഹൂദ മതത്തിന്റെ മുമ്പിൽ, യഹൂദ പരീക്ഷ പ്രമാണത്വത്തിന് യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ വി ആർ സെലക്ടഡ്, ഞങ്ങൾ എന്ത് ചെയ്യാണ്? തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ബാക്കിയുള്ളവരാരും തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല. ഞങ്ങൾക്ക് അയോഗ്യതയുണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? യാഗത്തിലൂടെ, വഴിപാടിലൂടെ, ഞങ്ങൾ ചില പ്രത്യേക കർമ്മങ്ങളിലൂടെ അതിനെല്ലാം പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പം ആ ടീച്ചിങ്ങിന് വിരോധമായ ഒന്ന് യേശുവപ്പയുടെ അധരങ്ങളിൽ വരികയാണ്. യേശുവപ്പയെ അന്ന് യഹൂദന്മാർ വിളിച്ചൊരു വിളിപ്പേര് യേശുവപ്പ പരീശന്മാരുടെയും വ്യഭിചാരികളുടെയും സമൂഹം വെറുത്ത വ്യക്തികളുടെയും സുഹൃത്ത് എന്നാണ് യേശുവപ്പയെ വിളിച്ചിരുന്നത്. സ്തോത്രം. കള്ളന്മാരുടെയും വ്യഭിചാരികളുടെയും മോഷ്ടാക്കളുടെയും ഒക്കെ അല്ലെങ്കിൽ പരീശന്മാർ വിളിച്ച വിളിപ്പേര് ഭയങ്കരമായ യേശുവിനെ പറ്റി. യേശുക്രിസ്തു, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ തിയറിയെ അല്ലെങ്കിൽ ഡോക്ട്രിൻസിന്റെ ഒരു വർഗീകരണം നടത്തുമ്പോൾ അതിൽ ലിബറൽ തിയോളജിയുടെ ഒരു സംഭവമുണ്ട്. യേശുക്രിസ്തു ലിബറൽ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നവനായിരുന്നു. ഹല്ലേലൂയ. മറഞ്ഞിരുന്നവരെ തെരഞ്ഞുപിടിച്ച കർത്താവ്, തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തിയ കർത്താവ്, ഹല്ലേലൂയ, എല്ലാവരും വെറുക്കപ്പെട്ടവരെ ഹല്ലേലൂയ കുതിരീരെ സ്നേഹിച്ച കർത്താവ്, പാപത്തെ വെറുത്തവരെന്നാൽ പാപിയെ സ്നേഹിച്ചവൻ. അല്ലെ, ആ കർത്താവിന്റെ സാന്നിധ്യം ഒരുവനെ ശരിയാവണ്ണം അനുഭവിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവപ്പയും അപ്പോസ്തലന്മാരും പറയുന്ന ഒരു വാക്ക്, പരിശുദ്ധാത്മാവിന്റെ വർക്ക് എന്താണ്? പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നവനാണ്. വിശുദ്ധ ബൈബിളിൽ യേശുവപ്പയെ പറ്റിയും പറയുന്നു, യേശുവപ്പ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പിതാവിന്റെയും നമ്മളുടെയും ഇടയിലെ ഏക മധ്യസ്ഥനായ യേശുവപ്പ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവപ്പ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇന്ന് ഈ ഭൗമമണ്ഡലത്തിൽ യേശുവയുടെ നാമത്തിൽ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്നാൽ അവരെ വഴി നടത്തുന്ന ആരാന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഇന്ന് നിങ്ങളെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് അഗ്നിയാണ്. പരിശുദ്ധാത്മാവ് അഗ്നിയാണ്. ഹല്ലേലൂയ. ശത്രുവിനെ കത്തിച്ചു കളയുന്ന അഗ്നി,
എന്റെ ജീവിതത്തെ ശുദ്ധീകരണം തരുന്ന അഗ്നി, എന്നെ ബലപ്പെടുത്തുന്ന അഗ്നി, എന്നെ ശക്തീകരിക്കുന്ന അഗ്നി. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നോടൊപ്പം ആയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച പ്രാർത്ഥന, ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ അഗ്നിയുടെ സാന്നിധ്യം ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത് പുറമെയുള്ള അല്ലെങ്കിൽ ഔട്ടർ കണ്ടുകൊണ്ട് ഇവൻ ആത്മീയനും അനാത്മീയനും എന്നൊക്കെയുള്ള വർഗീകരണം നടത്തി ഹല്ലേലൂയ പഠിച്ച തിയറികൾക്കനുസരിച്ച് തലക്കനം കൂട്ടിയിരിക്കുന്നവർ എന്നെ കാണുന്നുവെങ്കിൽ അത് തിരിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവിനെ കൂടാതുള്ള ചലനങ്ങൾ അത് ദൈവികമല്ല. ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ, ആത്മാവ് നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ശുദ്ധീകരണം കൂടാതെ അപ്പനെ ആർക്കും അനുഭവിക്കാൻ കഴിയും. ശുദ്ധീകരണങ്ങൾ ഉണ്ടാകുന്നു, പരിശുദ്ധാത്മാവിന്റെ ആത്മീയ ശുദ്ധീകരണം നടക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമുക്കൊന്ന് എടുക്കാം. യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം എടുത്തൊരാൾക്ക് വായിക്കാവുന്നതാണ്. എല്ലാവരും ഇന്റർനെറ്റിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബൈബിളുള്ളവർക്ക് ബൈബിൾ എടുത്ത് നോക്കാം. ഇല്ലാത്തവർ പിന്നീട് ഈ വാക്യം പിന്നീട് യൂട്യൂബിലൊക്കെ ഇതിന്റെ വീഡിയോ വരുമ്പോൾ അത് നിങ്ങൾക്ക് പിന്നീട് ചെക്ക് ചെയ്തിട്ട് ഹല്ലേലൂയ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം എടുത്തൊരാൾക്ക് വായിക്കാം. യേശുവേ ആരാധന. ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും യെരൂശലേമിന്റെ രക്തപാതകം അതിന്റെ നടുവിൽ നിന്ന് വെടിപ്പാക്കുകയും ചെയ്ത ശേഷം ആ അടുത്ത വാക്യത്തിലേക്ക് കടക്കുകയാണല്ലോ. ആണോ? അത് വാക്യം കംപ്ലീറ്റ് ആയോ? 4-ന്റെ 3 കംപ്ലീറ്റ് ആയോ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 3 വേഴ്സസ് 11. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളിലും ബലവാനാണ്. ഇത് ആരുടെ സാക്ഷ്യമാണ്? യോഹന്നാൻ പറയുന്ന, യോഹന്നാന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന പ്രസ്താവന യോഹന്നാൻ സ്നാപകന്റെ പ്രസ്താവനയാണ്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും ശക്തനാണ്. ഞാൻ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ തെറ്റുകുറ്റങ്ങളെ വൈകല്യങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തര സ്നാനമാണ്, മാനസാന്തരപ്പെടുന്ന ഒരു പ്രോസസ്സിലൂടെ സ്നാനം നടത്തുന്നു. എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളിലും ബലവാനാണ്. അവന്റെ ചെരുപ്പ് ചുവപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിൽ തീയിലും കേട്ടോ, പരിശുദ്ധാത്മാവിൽ തീയിലും സ്നാനം കഴിപ്പിക്കും. അതിനൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ തീയാൽ അവൻ നിന്നെ സ്നാനം കഴിപ്പിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ലൂക്കോസ് 3:16 വാക്യം. ഒരു ഭാഗം കൂടെ ഉള്ളു. അവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇത് മുഴുവൻ കണ്ടിട്ട് ഓപ്പിയാവുന്ന പ്രത്യേകം ഓർപ്പിക്കുന്നു. യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ആ സെന്റൻസ് ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട്. അതൊന്ന് മനസ്സിലാക്കാനാണ് ആ ഭാവം എടുത്തത്. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും അവൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം എടുത്താൽ അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 1 മുതൽ 3 വരെ. യേശുവേ ആരാധന. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 1 മുതൽ 3 വരെ വായിച്ചാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിച്ചതുപോലെ ആകാശത്തിൽ നിന്നൊരു മുഴക്കമുണ്ട്. നമ്മുടെ യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ കണ്ടു. എന്ത് ചെയ്തു? ന്യായവിധിയുടെ കാറ്റ്
ആ കാറ്റടിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഹല്ലേലൂയ, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന ഒരു മുഴക്കമുണ്ടാകുക. സ്തോത്രം. വായിച്ചാട്ടെ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. എന്തോ നിറയപ്പെട്ടു? ഈ കാറ്റിനാൽ നിറയപ്പെട്ടു. എന്തോ സംതിങ്, എന്തോ അതിനകത്ത് ഫില്ലായി. വീടിനകത്ത് എന്തോ അത് നിറഞ്ഞു കഴിഞ്ഞു. പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ ബോധ്യപ്പെടുന്ന ഒരു വസ്തു, ഒരു മുഴക്കമുണ്ടായി. കാറ്റടിക്കുന്ന പോലെ ഒരു ഇരമ്പുന്ന ശബ്ദം. അടിച്ചങ്ങോട്ട് കയറുക, പെരയ്ക്കകത്തോട്ട് കയറുക, കയറുക. വായിച്ചാട്ടെ. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന ഈ കാറ്റിനകത്ത് കാണുകയാണ്, അല്ലെങ്കിൽ അടിച്ചു വരുന്ന കാറ്റിനകത്തൊരു കാഴ്ച വരികയാണ്. അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ആർക്ക് പ്രത്യക്ഷമായി? അവിടെ കൂടി കാണാതിരുന്നവർക്കല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് പ്രത്യക്ഷമായി. പ്രാർത്ഥിക്കുന്നവന് ചിലത് വെളിപ്പെടും. വായിച്ചാട്ടെ. ആ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഓക്കെ, യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആക്കിയാട്ടെ. എത്ര വാക്യമായി? 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ, ശക്തമായ കാറ്റടിക്കുന്ന ഒരു മുഴക്കം ഉണ്ടായി. അവരെ കൂടിയിരുന്ന സ്ഥലത്തേക്ക് അത് ഫിൽഡായി. ഹല്ലേലൂയ. ഓരോരുത്തരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഓരോരുത്തർക്കും പിളർന്നിരിക്കുന്ന അഗ്നിനാവ്, തീനാവുകൾ അവർ കാണാൻ തുടങ്ങി. അപ്പൊ അഗ്നിയും കാറ്റും അവർ അനുഭവിച്ചു, കണ്ടു. ഹല്ലേലൂയ. ഇതൊക്കെ കണ്ടു. അഗ്നിയും കാറ്റിനെയും അവർ അനുഭവിച്ചു, കണ്ടു. യെശയ്യാവ് 4:3 നമുക്കൊന്ന് മടങ്ങി വരാം. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് എടുത്താട്ടെ. യെശയ്യാവ് 4:3. ഹല്ലേലൂയ. യേശുവേ ആരാധന. അവിടെ നമ്മൾ തുടങ്ങിയത്, ആ വാക്യത്തിൽ നമ്മൾ തുടങ്ങിയത്. വായിച്ചാട്ടെ. പൊതുവെ വായിച്ചാട്ടെ. യെശയ്യാവ് 4-ാം അധ്യായം 3-ാം വാക്യം. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ന്യായവിധിയുടെ കാറ്റടിച്ചത് പറഞ്ഞാൽ ദഹനത്തിന്റെ കാറ്റുകൊണ്ടും തീയുടെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളഞ്ഞു. ഒക്കെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. കൂടിയിരുന്നവരുടെ മലിനതകളെ, വൈകല്യങ്ങളെ, ബലഹീനതകളെ കഴുകിക്കളയുവാൻ, അവരെ ശക്തീകരിക്കേണ്ടതിന്, ഹല്ലേലൂയ, അവരെ ബലപ്പെടുത്തേണ്ടതിന്. മലിനത പോയെങ്കിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ശക്തീകരണവും ബലപ്പെടലും നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് ചിലത് പോയെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ചിലത് കടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചിലത് കടന്നു വന്നെങ്കിൽ ചിലത് പോത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു പ്രതലത്തിൽ 2 വസ്തുക്കൾക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്തിരിക്കുന്ന വെള്ളം കളഞ്ഞെങ്കിൽ മാത്രമേ കുപ്പിക്കകത്ത് മറ്റൊരു സബ്സ്റ്റൻസ് കിടക്കത്തുള്ളൂ. എന്നതുപോലെ ചിലത് കടന്നു വരുന്നത് എന്തിനാണ്? ചിലതിനെ മാറ്റിക്കളയാൻ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടിയാം സഭയെ ശുദ്ധീകരിച്ച് ശക്തീകരിക്കേണ്ടതിന് കൊടിയ കാറ്റിനെ അപ്പോസ്തലന്മാർ കൂടിയിരുന്നിടത്തേക്ക് ഹല്ലേലൂയ അയക്കുകയാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കാണുന്നത് കൊടിയ കാറ്റ്. എന്താ? ന്യായവിധിയുടെ കാറ്റാണ്. അപ്പൊ ന്യായവിധിയും ഹല്ലേലൂയ കത്തിക്കലും ഒക്കെ ആരുടെ അധീനതയിൽപ്പെടുന്ന സംഭവം അറിയോ? ഈ പരിശുദ്ധാത്മാവിന്റെ അധീനതയിലുള്ള വസ്തുതയാണ്. ഹല്ലേലൂയ. ഇവിടെ ന്യായം വിധിക്കുന്ന എന്തിനാണെന്നറിയോ? നിങ്ങളിൽ വ്യാപരിക്കുന്ന മലിനതകളെ, തിന്മകളെ ന്യായം വിധിച്ചാൽ എന്നേക്കുമായി കത്തിച്ചു കളയാൻ, നിങ്ങളെ ശുദ്ധവും ചുളുക്കം, കറ, വാട്ടം ഇവ ഇല്ലാത്ത ശുദ്ധമായ ഒരവസ്ഥ, പരിശുദ്ധിയുടെ ഒരവസ്ഥ നിങ്ങൾക്ക് നൽകേണ്ടതിന്. എപ്പോഴാ പരിശുദ്ധ? കറ, കളങ്കം, വാട്ടം, ചുളുക്കം ഇവ ഇല്ലാത്തൊരു മണവാട്ടിയായി നിങ്ങളെ മാറ്റേണ്ടതിന്. വായിച്ചാട്ടെ. മലിനത കഴുകിക്കളയും. യെരൂശലേമിന്റെ രക്തവാതകം അതിന്റെ നടുവിൽ നിന്ന് ചെയ്തു കൂട്ടിയ സകല വാക്കിനാൽ, പ്രവൃത്തിയാൽ ദൈവരാജ്യത്തിന്റെ ഹിതകരമല്ലാത്തത് എന്തൊക്കെയുണ്ടോ അതിനെ സകലതിനെയും എന്ത് ചെയ്യുക? നീക്കി വെടിപ്പാക്കേണ്ടതിന്. കേട്ടോ? ഹല്ലേലൂയ.
അപ്പൊ അങ്ങനെ വെടിപ്പാക്കി ശക്തീകരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അപ്പോസ്തലന്മാരുടെ അവസ്ഥ മാറി. അവരുടെ മേൽ ഓരോരുത്തരുടെ മേലും അഗ്നിയുടെ നാവ് പതിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അവർ അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതുവരെ അവർ നാവിൽ കെട്ടിവെച്ചിരുന്ന ചിലത് ചെയ്തു അഴിഞ്ഞു മാറി. അതുവരെ അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ കെട്ടപ്പെട്ട ചിലത് അഴിഞ്ഞു മാറി. അതുവരെയും അവരെ മുന്നോട്ട് ചലിപ്പിച്ച അവർ അകത്തുടർന്ന ഭയത്തിന്റെ ആത്മാവിനെ അവർ അകത്തുനിന്ന് എടുത്തു മാറ്റി. ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിനെ നിറയപ്പെട്ടു. ഗാംഭീര്യത്തോടെ ദൈവ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് സ്പിരിറ്റ് ഓഫ് ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ ആത്മാവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. കേട്ടു നിന്നവർ 3000-ലധികം പേർ യേശുവപ്പയെ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏത് തിയറിയാ, ഏത് തത്വമാ, ഏത് ജ്ഞാനമാ നീ പഠിച്ചത്? ഞാൻ പഠിച്ചത് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം. ഞാൻ അറിഞ്ഞത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള വചനം. ഹല്ലേലൂയ സ്തോത്രം. ഒരുപാട് തിയറിയും സംവിധാനങ്ങളും പഠിച്ച് ഹല്ലേലൂയ സ്നാനപ്പെട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളെടുത്ത് അപ്പോസ്തലൻ ചോദിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? അയ്യോ അതെന്താന്ന് പോലും ഞങ്ങൾക്ക് ഒരുപാട് തിയറീസ് ഒക്കെ അറിയാം, പക്ഷെ ഞങ്ങൾക്ക് ആരെ അറിയത്തില്ല. അപ്പോസ്തലൻ എന്ത് ചെയ്തു? അവരുടെ മേൽ ഊതി അവരാത്മാവ് നിറഞ്ഞവരായി മാറി. തള്ളിക്കളയുന്ന ഒരാത്മാവല്ല പരിശുദ്ധാത്മാവ്. ചിലരൊക്കെ തമ്പുരാനെ അറിയില്ലെന്ന് ബോധപൂർവം ആഗ്രഹിക്കുന്ന ആരാന്ന് പിശാച്. കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? പിശാച. നമുക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ബേസ് എന്താണ്? നമ്മളൊക്കെ ആര് വ്യാപരിക്കുന്നുണ്ട്? അന്യായ ബന്ധനം, പൈശാചിക വ്യാപാരമുണ്ട്. എപ്പോഴും 24 hours കുറ്റം കണ്ടുപിടിക്കും, 24 hours മറ്റുള്ളവരുടെ തിന്മ കണ്ടുപിടിക്കും, 24 hours എന്തെങ്കിലും കുറവുണ്ടോ തപ്പി നടക്കുക. യു ആർ ലീഡിങ് ബൈ നെഗറ്റീവ് സ്പിരിറ്റ്. നീ ചലിക്കുന്നത് നെഗറ്റീവ് പവറിലാണ്, അന്യായ ശക്തിയിലാണ്. അത് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകണം. അതെങ്ങനെ കടന്നു വരും? ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അവർ ഒന്നിച്ചുകൂടി എന്തിനാണ്? ദാഹത്തോടെ പ്രാർത്ഥനയോട് ഒന്നിച്ചുകൂടി. അപ്പയുടെ വചനം, അപ്പയുടെ ആ കൽപ്പന അനുസരിച്ച് തന്നെ അവർ കൂടിയത്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, അവർ ചില വിഷയങ്ങളെ കണ്ടെത്തി അപ്പോസ്തലന്മാർ ഒന്നിച്ചുകൂടിയിരുന്നു പ്രാർത്ഥിക്കുക. കർത്താവേ, നീ കാണുന്നില്ലയോ ഞങ്ങളെ നേരിടുന്ന പ്രതികൂല പ്രശ്നം? ഞങ്ങൾ ദണ്ഡിക്കപ്പെടുന്നു, ഞങ്ങൾക്ക് പ്രതികൂലം ഉണ്ടാകുന്ന കർത്താവേ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് ഇറങ്ങി വന്നു. ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. എന്തിനാ ആത്മാവെന്ന് അറിയാവോ? അതിനും പറയുന്നു, അവരുടെ അകത്ത് ഭയത്തിന്റെ കണ്ടന്റ് മാറി. അവരാത്മാവിനെ നിറയപ്പെട്ടു ധൈര്യമുള്ളവരെ മാറി. അപ്പൊ ജ്ഞാനം ഉണ്ടാകും. അപ്പൊ ജ്ഞാനം ഇവിടെ ഏതുവഴിയാകണം? ഏതിലൂടാകണം? പരിശുദ്ധാത്മാവിനുള്ള ജ്ഞാനം ഉണ്ടാകട്ടെ. വായിച്ചു കൂട്ടുന്ന പുസ്തകങ്ങളുടെ ജ്ഞാനത്തെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. തിയറികളുടെ ശാസ്ത്രങ്ങളുടെ അടിത്തറയല്ല ഞാൻ ഈ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ വിവേചിക്കുന്ന ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരുന്നവൻ ഭയപ്പെടത്തില്ല, രോഗത്തെ പേടിക്കത്തില്ല, മരണത്തെ പേടിക്കത്തില്ല, പ്രതികൂലങ്ങളെ പേടിക്കത്തില്ല. കാരണം അവനൊരു ഉറപ്പുണ്ട്, എന്നെ നയിക്കുന്നവൻ ശക്തിയുള്ളവരാണ്. അതിനുപോലെ അപ്പോസ്തലൻ പൗലോസിന്റെ ഭാഷയിൽ വഴിയൊരുവൻ തടയുന്നത് കൊണ്ടാണ് ദുർമൂർത്തി വെളിപ്പെടാതിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ എന്താ ദുഷ്ടപിശാചി കയറി മേയാത്തെന്നറിയാവോ? വഴിത്തലയ്ക്കൊരുവൻ തടയുന്നുണ്ട്. ആരാന്നറിയോ? അഗ്നിയായവൻ, ന്യായവിധിയുടെ കാറ്റായവൻ,
ഹല്ലേലൂയ. മഹത്വത്തിന്റെ ഉറവിടമായവൻ ഹല്ലേലൂയ. അവൻ വഴിത്തലയ്ക്കൽ നിന്ന് തടയുന്നുണ്ട് നിന്റെ കുടുംബത്തിനകത്തോട്ട്, നിന്റെ വീടിനകത്തോട്ട് ഹല്ലേലൂയ അന്യായ ബന്ധനങ്ങൾ കടക്കാതിരിക്കുന്നത്. അത് നീ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇന്നൊരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കുടുംബത്തിനകത്തോട്ട് അപ്രയം ഇപ്രയം പലതും നടന്നിട്ട് നിന്റെ വീട്ടിൽ കയറാതിരിക്കുന്നതെന്നറിയാമോ? വഴിത്തലയ്ക്കൽ നിന്ന് തടയുന്നൊരുവനുണ്ട്. ഹല്ലേലൂയ. 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 നിന്നേക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നൊരുവൻ അവൻ നിന്നെ ശക്തീകരിക്കട്ടെ, അവൻ നിന്നെ ശുദ്ധീകരിക്കട്ടെ. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ കുഞ്ഞുങ്ങളിലേക്ക്, നിന്റെ കുടുംബ ജീവിതത്തിനകത്തേക്ക് അവന്റെ കൃപയുടെ വ്യാപാരം മഴ പെയ്തിറങ്ങുന്നത് പോലെ, തീയുടെ മഴ പെയ്തിറങ്ങുന്നത് പോലെ അത് ചിലത് ചെയ്തെടുക്കുകയാണ്, ചിലത് ചെയ്തെടുക്കുകയാണ്, ചിലത് ചെയ്തെടുക്കുകയാണ്. ശുദ്ധീകരണത്തിന്റെ തീ ഇറങ്ങട്ടെ, ശുദ്ധീകരണത്തിന്റെ തീ ഇറങ്ങട്ടെ, ശുദ്ധീകരണത്തിന്റെ തീ ഇറങ്ങട്ടെ. ഉപവാസത്തിന്റെ 1-ാം ദിവസം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ കണ്ട് പേടിച്ചിരിക്കുന്നവരെ നിങ്ങളെ ബലപ്പെടുത്തുന്ന ആത്മാവിന്റെ സാന്നിധ്യം, ശുദ്ധീകരിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം, മലിനങ്ങളെ കത്തിച്ചു കളയുന്ന ആത്മാവിന്റെ സാന്നിധ്യം, വെളുപ്പവും വൃത്തിയുമുള്ളവനാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം, മഹത്വത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇതാ നിങ്ങളിരിക്കുന്ന മുറിക്കകത്തേക്ക്, നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് അവനിതാ ഇറങ്ങി വരികയാണ്. എണ്ണിച്ച് നിൽക്കാൻ പോലും കെൽപ്പില്ലാത്തവനെ ബലപ്പെടുത്തുന്ന ദൈവ കൃപയുടെ വ്യാപാരം, ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ആത്മാവ്. ജ്ഞാനികളും താർക്കികന്മാരും ലോകത്തിൽ അനേകം കാണാം. ദൈവ ആത്മാവിൽ നിറയപ്പെട്ടവന്റെ ജ്ഞാനത്തെ ഇനി എന്ത് ഭാവമണ്ഡലത്തിൽ സംഭവിക്കാൻ പോകും, എന്റെ നാളെ എന്ത്, എന്റെ മുമ്പിലായിരിക്കുന്നവന്റെ ഭാവി എന്ത് ബോധ്യപ്പെടുത്തി തരുന്ന ആത്മാവ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ചിലത് ചെയ്യട്ടെ. എല്ലാ കണ്ണും അടയട്ടെ, എല്ലാ കണ്ണും അടയട്ടെ, എല്ലാ കണ്ണും അടയട്ടെ. യേശുവേ പരിശുദ്ധനേ, നന്ദി പിതാവേ, നന്ദി അപ്പാ, നന്ദി പരിശുദ്ധാത്മാവേ. പ്രാർത്ഥനയിലായിരിക്കുന്ന മുഴുവൻ പേരെ നമ്മുടെ അങ്ങയുടെ ആത്മാവിന്റെ തീയാണ്, അങ്ങയുടെ അഭിഷേകത്തിന്റെ ശക്തിയാണ്, ന്യായവിധിയുടെ കാറ്റിനാൽ ശുദ്ധീകരിക്കുന്ന തീയാൽ മലിനതകളെ മാറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന ജനം ശക്തി കൊണ്ടും വിശുദ്ധി കൊണ്ടും നിറയണമേ നടിയ പ്രാർത്ഥിക്കുന്നു. ഞാൻ കണ്ട, എന്നെ അറിഞ്ഞ, എന്നെ തൊട്ട എന്റെ ദൈവം എന്ന് പറയുവാൻ. ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവന് അവന്റെ രോഗബന്ധനം അടിയേണ്ടത് ആവശ്യമാപ്പാ. അവന് തിയറിയല്ല, അവന് തിയോളജിയല്ല, അവന് വേദശാസ്ത്രമല്ല അറിയേണ്ടത്, അവന്റെ രോഗബന്ധനം അഴിയണം. ആത്മാവിന്റെ ശക്തി ആ ബന്ധനത്തെ അഴിച്ചു മാറ്റട്ടെ. യേശുവിന്റെ മുമ്പിലായിരുന്നവനോട് ഹല്ലേലൂയ പഴയ നിയമത്തിലെ തോറയുടെ കൽപ്പനകൾ പഠിപ്പിക്കുകയല്ലായിരുന്നു, പകരം ആ രോഗയോട് എഴുന്നേക്കാൻ ആവശ്യപ്പെട്ടു. അത് ശബ്ദ നാളിൽ കൂടിയായിരുന്നവനോട് യേശു പറഞ്ഞു എഴുന്നേക്കാൻ. വീണ്ടും വരുമെന്ന് വാക്ക് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ഒരു കൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സ്വർഗം നൽകുന്ന വലിയ ഭാഗ്യത്തെ കർത്താവിനെ സ്തുതിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ ലാസ്റ്റ് ടൈം മിനിസ്ട്രി ദ ബ്രൈഡിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന, പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നുള്ളതാണ്. നമ്മളിന്ന് ആയിരിക്കുന്നത് ആത്മാവിന്റെ, കൃപയുടെ ആത്മാവിന്റെ അധീനതയിലാണ്. സ്പിരിറ്റ് ഓഫ് ഗ്രേസ്, കൃപയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവിന് ഇന്നത്തെ സാഹചര്യങ്ങളുടെയും ഇന്നത്തെ യുഗത്തിന്റെയും ഒക്കെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്നത്തെ ഹല്ലേലൂയ നമ്മൾ എവിടെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, നമ്മൾ കൃപയുടെ ആത്മാവിന്റെ അധീനതയാണ്. ദുഷ്ടൻ തൊടാതെ വണ്ണം. അത് ഏതിന് സമമാണെന്നറിയാമോ? നോഹയുടെ പെട്ടകത്തിന് സമമാണ്. നോഹ ഉപദേശിച്ചു, നോഹയുടെ ഉപദേശത്തെ കൈക്കൊള്ളാൻ ആരും തയ്യാറായില്ല. എന്നാൽ കൃപയുടെ പെട്ടകത്തിൽ കയറുവാനുള്ള ഉപദേശത്തെ കൈക്കൊള്ളാതിരുന്നവരുടെ മുമ്പിൽ കൃപയുടെ പെട്ടകം ഉയർന്നു. അപ്പൊ കൃപയുടെ പെട്ടകത്തെ ഉയർത്തുന്ന കൃപയുടെ ആത്മാവ്. മറ്റൊരു വിഷയം നമ്മൾ പങ്കുവെച്ചത് സ്പിരിറ്റ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ. ഹല്ലേലൂയ. നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു. പരിശുദ്ധാത്മാവ് മഹത്വത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കംഫോർട്ടറാണ്.
കാര്യസ്ഥനാണ്, എന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി എന്താണ് പക്ഷപാതം ചെയ്യുന്നവൻ, ഇന്റർസീഡ് ചെയ്യുന്നവനാണ്, പക്ഷപാതം ചെയ്യുന്നവനാണ്. ആര്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷപാതം ചെയ്യാന്ന് പറഞ്ഞ എന്താ? കർത്താവ് യേശുവ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? നിങ്ങളുടെ ബലഹീനതയിൽ ബലമേകുന്ന പരിശുദ്ധാത്മാവ്. അവരുടെ പറഞ്ഞത് എപ്പോഴും ഇഷ്ടപ്പെടും. നിങ്ങളുടെ ബലഹീനതയിൽ ബലമേകുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ബലഹീനതയ്ക്കകത്ത് നിങ്ങൾ ബലഹീനരാണ്, അശക്തരാണ്, അയോഗ്യതയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുന്നതല്ല ദൈവിക പദ്ധതി. സ്തോത്രം. ഞങ്ങളെ പോലുള്ള കുറച്ച് വിശുദ്ധന്മാരും മാത്രമായിരിക്കണമെന്ന് ആഗ്രഹിച്ച യഹൂദ മതത്തിന്റെ മുമ്പിൽ, യഹൂദ പരീക്ഷ പ്രമാണത്വത്തിന് യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ വി ആർ സെലക്ടഡ്. ഞങ്ങൾ എന്ത് ചെയ്യാണ്? തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ബാക്കിയുള്ളവരാരും തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല. ഞങ്ങൾക്ക് അയോഗ്യതയുണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? യാഗത്തിലൂടെ, വഴിപാടിലൂടെ, ഞങ്ങൾ ചില പ്രത്യേക കർമ്മങ്ങളിലൂടെ അതിനെല്ലാം പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പം ആ ടീച്ചിങ്ങിന് വിരോധമായ ഒന്ന് യേശുവപ്പയുടെ അധരങ്ങളിൽ വരികയാണ്. യേശുവപ്പയെ അന്ന് യഹൂദന്മാർ വിളിച്ചൊരു വെളിപ്പേര്. യേശുവപ്പ പരീശന്മാരുടെയും വ്യഭിചാരികളുടെയും അല്ലെങ്കിൽ സമൂഹം വെറുത്ത വ്യക്തികളുടെയും എന്താണ്? സുഹൃത്ത് എന്നാണ് യേശുവപ്പയെ വിളിച്ചിരുന്നത്. സ്തോത്രം. കള്ളന്മാരുടെയും വ്യഭിചാരികളുടെയും മോഷ്ടാക്കളുടെയും ഒക്കെ അല്ലെങ്കിൽ പരീശന്മാർ വിളിച്ച വെളിപ്പേര് ഭയങ്കരമായ യേശുവിനെ പറ്റി. യേശുക്രിസ്തു, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ തിയറിയെ അല്ലെങ്കിൽ ഡോക്ട്രിൻസിന്റെ ഒരു വർഗീകരണം നടത്തുമ്പോൾ ലിബറൽ തിയോളജി എന്നൊരു സംഭവമുണ്ട്. യേശുക്രിസ്തു ലിബറൽ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നവനായിരുന്നു. ഹല്ലേലൂയ. മറഞ്ഞിരുന്നവരെ തെരഞ്ഞുപിടിച്ച കർത്താവ്, തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തിയ കർത്താവ്, ഹല്ലേലൂയ, എല്ലാവരും വെറുക്കപ്പെട്ടവരെ ഹല്ലേലൂയ കൊതിതീരെ സ്നേഹിച്ച കർത്താവ്, പാപത്തെ വെറുത്തവരെന്നാൽ പാവിയെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സാന്നിധ്യം ഒരുവനെ ശരിയാവണ്ണം അനുഭവിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവപ്പയും അപ്പോസ്തലന്മാരും പറയുന്ന ഒരു വാക്ക്, പരിശുദ്ധാത്മാവിന്റെ വർക്ക് എന്താണ്? പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നവനാണ്. വിശുദ്ധ ബൈബിളിൽ യേശുവപ്പയെ പറ്റിയും പറയുന്നു, യേശുവപ്പ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പിതാവിന്റെ, ഹല്ലേലൂയ, പിതാവിന്റെയും നമ്മളുടെയും ഇടയിലെ ഏക മധ്യസ്ഥനായ യേശുവപ്പ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവപ്പ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അപ്പൊ ഇന്ന് ഈ ഭൗമമണ്ഡലത്തിൽ യേശുവപ്പയുടെ നാമത്തിൽ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്നാൽ അവരെ വഴി നടത്തുന്ന ആരാന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് അഗ്നിയാണ്. പരിശുദ്ധാത്മാവ് അഗ്നിയാണ്. ഹല്ലേലൂയ. ശത്രുവിനെ കത്തിച്ചു കളയുന്ന അഗ്നി, എന്റെ ജീവിതത്തെ ശുദ്ധീകരണം തരുന്ന അഗ്നി, എന്നെ ബലപ്പെടുത്തുന്ന അഗ്നി, എന്നെ ശക്തീകരിക്കുന്ന അഗ്നി. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നോടൊപ്പം ആയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച പ്രാർത്ഥന, ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ അഗ്നിയുടെ സാന്നിധ്യം ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത് പുറമെയുള്ള അല്ലെങ്കിൽ ഔട്ടർ കണ്ടുകൊണ്ട് ഇവൻ ആത്മീയനും അനാത്മീയനും എന്നൊക്കെയുള്ള വർഗീകരണം നടത്തി, ഹല്ലേലൂയ, പഠിച്ച തിയറികൾക്കനുസരിച്ച് തലക്കനം കൂട്ടിയിരിക്കുന്നവർ എന്നെ കാണുന്നുവെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവിനെ കൂടാതുള്ള ചലനങ്ങൾ അത് ദൈവികമല്ല. ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ, ആത്മാവ് നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ശുദ്ധീകരണം കൂടാതെ അപ്പനെ ആർക്കും അനുഭവിക്കാൻ കഴിയും. ശുദ്ധീകരണം ഉണ്ടാകുന്നു, പരിശുദ്ധാത്മാവിന്റെ ആത്മീയ ശുദ്ധീകരണം നടക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമുക്ക് എടുക്കാം. യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം എടുത്തൊരാൾക്ക് വായിക്കാവുന്നതാണ്. എല്ലാവരും ഇന്റർനെറ്റിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, ബൈബിളുള്ളവർക്ക് ബൈബിൾ എടുത്ത് നോക്കാം. ഇല്ലാത്തവർ പിന്നീട് ഈ വാക്യം പിന്നീട് യൂട്യൂബിലും ഒക്കെ ഇത് വീഡിയോ വരുമ്പോൾ അത് നിങ്ങൾക്ക് പിന്നീട് ചെക്ക് ചെയ്തിട്ട് ഹല്ലേലൂയ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം എടുത്തൊരാൾക്ക് വായിക്കാം. യേശുവേ ആരാധന. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ
കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും യെരൂശലേമിന്റെ രക്തപാതകം അതിന്റെ നടുവിൽ നിന്ന് വെടിപ്പാക്കുകയും ചെയ്ത ശേഷം നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് കടക്കുകയാണല്ലോ. ആണോ? അതാ വാക്യം കംപ്ലീറ്റ് ആയോ? 4:3 കംപ്ലീറ്റ് ആയോ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 3 വേഴ്സസ് 11. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളിലും ബലവാനാണ്. അറിയാം, ഇത് ആരുടെ സാക്ഷ്യമാണ്? യോഹന്നാൻ പറയുന്ന, യോഹന്നാന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന പ്രസ്താവന യോഹന്നാൻ സ്നാപകന്റെ പ്രസ്താവനയാണ്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും ശക്തനാണ്. ഞാൻ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ തെറ്റുകുറ്റങ്ങളെ വൈകല്യങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തര സ്നാനമാണ്, മാനസാന്തരപ്പെടുന്ന ഒരു പ്രോസസ്സിലൂടെ സ്നാനം നടത്തുന്നു. എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളിലും ബലവാനാണ്. അവന്റെ ചെരുപ്പ് ചുവപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിൽ തീയിലും, കേട്ടോ, പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അതിനൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ തീയാൽ അവൻ നിന്നെ സ്നാനം കഴിപ്പിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ലൂക്കോസ് 3:16 വാക്യം. ഒരു ഭാഗം കൂടെ ഉള്ളു. അവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇത് മുഴുവൻ കണ്ടിട്ട് ഓപ്പിയാവുന്ന പ്രത്യേകം ഓർപ്പിക്കുന്നു. യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ അവിടെ ഇരിക്കുന്ന ആ സെന്റൻസ് ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട്. അതൊന്ന് മനസ്സിലാക്കാനാണ് ആ ഭാവം എടുത്തത്. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം എടുത്താണ്. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 1 മുതൽ 3 വരെ. യേശുവേ ആരാധന. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 1 മുതൽ 3 വരെ വായിച്ചാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്നൊരു മുഴക്കമുണ്ട്. നമ്മുടെ യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ കണ്ടു. എന്ത് ചെയ്തു? ന്യായവിധിയുടെ കാറ്റ്, ആ കാറ്റടിക്കുന്നു. അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന ഒരു മുഴക്കമുണ്ടാകുക. സ്തോത്രം. വായിച്ചാൽ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തൊരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. എന്തോ നിറയപ്പെട്ടു? ഈ കാറ്റിനാൽ നിറയപ്പെട്ടു. എന്തോ സംതിങ്, എന്തോ അതിനകത്ത് ഫിൽഡായി. വീടിനകത്ത് എന്തോ അത് നിറഞ്ഞു കഴിഞ്ഞു. പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ ബോധ്യപ്പെടുന്ന ഒരു വസ്തു, ഒരു മുഴക്കമുണ്ടായി. കാറ്റടിക്കുന്ന പോലെ ഒരു ഇരമ്പുന്ന ശബ്ദം. അടിച്ചങ്ങോട്ട് കയറുക, പെരയ്ക്കകത്തോട്ട് കയറുക, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന ഈ കാറ്റിനകത്ത് കാണുകയാണ്. അല്ലെങ്കിൽ അടിച്ചു വരുന്ന കാറ്റിനകത്തൊരു കാഴ്ച വരികയാണ്. അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ആർക്ക് പ്രത്യക്ഷമായി? അവിടെ കൂടി കാണാതിരുന്നവർക്കല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് പ്രത്യക്ഷമായി. പ്രാർത്ഥിക്കുന്നവന് ചിലത് വെളിപ്പെടും. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഓക്കെ, യെശയ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആക്കിയാണ്ട് 3 എത്ര വാക്യമായി? 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു.
കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ശക്തമായ കാറ്റടിക്കുന്ന ഒരു മുഴക്കം ഉണ്ടായി. അവരെ കൂടിയിരുന്ന സ്ഥലത്തേക്ക് അത് ഫിൽഡായി. ഹല്ലേലൂയ. ഓരോരുത്തരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഓരോരുത്തർക്കും പിളർന്നിരിക്കുന്ന അഗ്നിനാവ്, തീനാവുകൾ അവർ കാണാൻ തുടങ്ങി. അപ്പൊ അഗ്നിയും കാറ്റും അവർ അനുഭവിച്ചു, കണ്ടു. ഹല്ലേലൂയ. ഇതൊക്കെ കണ്ടു. അഗ്നിയും കാറ്റിനെയും അവർ അനുഭവിച്ചു, കണ്ടു. യെശയ്യാവ് 4:3 നമുക്കൊന്ന് മടങ്ങി വരാം. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് എടുത്താട്ടെ. യെശയ്യാവ് 4:3. ഹല്ലേലൂയ. യേശുവേ ആരാധന. അവിടെ നമ്മൾ തുടങ്ങിയത്, ആ വാക്യത്തിൽ നമ്മൾ തുടങ്ങിയത്. വായിച്ചാട്ടെ, പൊതുവെ വായിച്ചാട്ടെ. യെശയ്യാവ് 4:3 വാക്യം. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും എന്തിനാ ന്യായവിധിയുടെ കാറ്റടിച്ചത് പറഞ്ഞാൽ ദഹനത്തിന്റെ കാറ്റുകൊണ്ടും തീയുടെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളഞ്ഞു. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. കൂടിയിരുന്നവരുടെ മലിനതകളെ, വൈകല്യങ്ങളെ, ബലഹീനതകളെ കഴുകിക്കളയുവാൻ, അവരെ ശക്തീകരിക്കേണ്ടതിന്, അവരെ ബലപ്പെടുത്തേണ്ടതിന്. മലിനത പോയെങ്കിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ശക്തീകരണവും ബലപ്പെടലും നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് ചിലത് പോയെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ചിലത് കടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചിലത് കടന്നു വന്നെങ്കിൽ ചിലത് പോകത്തുള്ളൂ. സ്വത്രം. ഹല്ലേലൂയ. ഒരു പ്രതലത്തിൽ രണ്ട് വസ്തുക്കൾക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയാം. അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്തിരിക്കുന്ന വെള്ളം കളഞ്ഞെങ്കിൽ മാത്രമേ കുപ്പിക്കകത്ത് മറ്റൊരു സബ്സ്റ്റൻസ് കടക്കത്തുള്ളൂ. എന്നതുപോലെ ചിലത് കടന്നു വരുന്നത് എന്തിനാണ്? ചിലതിനെ മാറ്റിക്കളയാൻ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടിയം സഭയെ ശുദ്ധീകരിച്ച് ശക്തീകരിക്കേണ്ടതിന് കൊടിയ കാറ്റിനെ അപ്പോസ്തലന്മാർ കൂടിയിരുന്നിടത്തേക്ക് ഹല്ലേലൂയ അയക്കുകയാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. 4-ാം വാക്യത്തിൽ കാണുന്നത് കൊടിയ കാറ്റ്. എന്താ? ന്യായവിധിയുടെ കാറ്റാണ്. അപ്പൊ ന്യായവിധിയും ഹല്ലേലൂയ കത്തിക്കലും ഒക്കെ ഇവിടെ ആരുടെ അധീനതയിൽപ്പെടുന്ന സംഭവം അറിയോ? ഈ പരിശുദ്ധാത്മാവിന്റെ അധീനതയിലുള്ള വസ്തുതയാണ്. ഹല്ലേലൂയ. ഇവിടെ ന്യായം വിധിക്കുന്ന എന്തിനാണെന്നറിയോ? നിങ്ങളിൽ വ്യാപരിക്കുന്ന മലിനതകളെ, തിന്മകളെ ന്യായം വിധിച്ചാൽ എന്നേക്കുമായി കത്തിച്ചു കളയാൻ, നിങ്ങളെ ശുദ്ധവും ചുളുക്കം, കറ, വാട്ടം ഇവയില്ലാത്ത ശുദ്ധമായ ഒരവസ്ഥ, പരിശുദ്ധിയുടെ ഒരവസ്ഥ നിങ്ങൾക്ക് നൽകേണ്ടതിന്. എപ്പോഴാ പരിശുദ്ധ? കറ, കളങ്കം, വാട്ടം, ചുളുക്കം ഇവയില്ലാത്ത ഒരു മണവാട്ടിയായി നിങ്ങളെ മാറ്റേണ്ടതിന്. വായിക്കും, വായിച്ചാട്ടെ. മലിനത കഴുകിക്കളയും. യെരൂശലേമിന്റെ രക്തവാതകം അതിന്റെ നടുവിൽ നിന്ന് ചെയ്തു കൂട്ടിയ സകല വാക്കിനാൽ, പ്രവർത്തിയാൽ ദൈവരാജ്യത്തിന്റെ ഹിതകരമല്ലാത്തത് എന്തൊക്കെയോ ഉണ്ടോ അതിനെ സകലതിനെയും എന്ത് ചെയ്യുക? നീക്കി വെടിപ്പാക്കേണ്ടതിന്. കേട്ടോ? ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ വെടിപ്പാക്കി ശക്തീകരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അപ്പോസ്തലന്മാരുടെ അവസ്ഥ മാറി. അവരുടെ മേൽ ഓരോരുത്തരുടെ മേലും അഗ്നിയുടെ നാവ് പതിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അവർ അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അതുവരെ അവർ നാവിൽ കെട്ടിവെച്ചിരുന്ന ചിലത് ചെയ്തു അഴിഞ്ഞു മാറി. അതുവരെ അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ കെട്ടപ്പെട്ട ചിലത് അഴിഞ്ഞു മാറി. അതുവരെയും അവരെ മുന്നോട്ട് ചലിപ്പിച്ച അവർ അകത്തുടർന്ന ഭയത്തിന്റെ ആത്മാവിനെ അവർ അകത്തുനിന്ന് എടുത്തു മാറ്റി. ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിനെ നിറയപ്പെട്ടു. ഗാംഭീര്യത്തോടെ ദൈവ മഹത്വത്തെ തിരിച്ചറിഞ്ഞ്, സ്പിരിറ്റ് ഓഫ് ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ ആത്മാവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. കേട്ടു നിന്നവർ 3000-ലധികം പേർ യേശുവപ്പയെ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് തിയറിയാ, ഏത് തത്വമാ, ഏത് ജ്ഞാനമാണ് നീ പഠിച്ചത്? ഞാൻ പഠിച്ചത് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം. ഞാൻ അറിഞ്ഞത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള വചനം.
ഹല്ലേലൂയ. സ്തോത്രം. ഒരുപാട് തിയറിയും സംവിധാനങ്ങളും പഠിച്ച് ഹല്ലേലൂയ സ്നാനപ്പെട്ടൊക്കെ നിൽക്കുന്ന വ്യക്തിയുടെ അടുത്ത് അപ്പോസ്തലൻ ചോദിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? അയ്യോ, അതെന്താന്ന് പോലും ഞങ്ങൾക്ക് ഒരുപാട് തിയറീസ് ഒക്കെ അറിയാം, പക്ഷെ ഞങ്ങൾക്ക് ആരെ അറിയത്തില്ല. അപ്പോസ്തലൻ എന്ത് ചെയ്തു? അവരുടെ മേൽ ഊതി അവരാത്മാവ് നിറഞ്ഞവരായി മാറി. അപ്പം തള്ളിക്കളയുന്ന ഒരാത്മാവല്ല പരിശുദ്ധാത്മാവ്. ചിലരൊക്കെ തമ്പുരാനെ അറിയില്ലെന്ന് ബോധപൂർവം ആഗ്രഹിക്കുന്ന ആരാധിച്ച പിശാച്. കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? പിശാച. നമുക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ബേസ് എന്താണ്? നമ്മളൊക്കെ ആര് വ്യാപരിക്കുന്നുണ്ട്? അന്യായ ബന്ധനം, പൈശാചിക വ്യാപാരമുണ്ട്. എപ്പോഴും 24 hours കുറ്റം കണ്ടുപിടിക്കും, 24 hours മറ്റുള്ളവരുടെ തിന്മ കണ്ടുപിടിക്കും, 24 hours എന്തെങ്കിലും കുറവുണ്ടോ തപ്പി നടക്കുക. യു ആർ ലീഡിങ് ബൈ നെഗറ്റീവ് സ്പിരിറ്റ്. നീ ചലിക്കുന്നത് നെഗറ്റീവ് പവറിലാണ്, അന്യായ ശക്തിയിലാണ്. അത് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകണം. അതെങ്ങനെ കടന്നു വരും? ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അവർ ഒന്നിച്ചുകൂടി എന്തിനാണ്? ദാഹത്തോട് പ്രാർത്ഥനയോട് ഒന്നിച്ചുകൂടി. അപ്പയുടെ വചനം, അപ്പയുടെ ആ കൽപ്പന അനുസരിച്ച് തന്നെ അവർ കൂടിയത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, അവർ ചില വിഷയങ്ങളെ കണ്ടെത്തി അപ്പോസ്തലന്മാർ ഒന്നിച്ചുകൂടിയിരുന്നു പ്രാർത്ഥിക്കുക. കർത്താവേ, നീ കാണുന്നില്ലയോ ഞങ്ങളെ നേരിടുന്ന പ്രതികൂല പ്രശ്നം? ഞങ്ങൾ ദണ്ഡിക്കപ്പെടുന്നു, ഞങ്ങൾക്ക് പ്രതികൂലമുണ്ടാകുന്ന കർത്താവേ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് ഇറങ്ങി വന്നു. ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. എന്തിനാത്മാവെന്ന് അറിയാവോ? അതിനും പറയുന്നു, അവരുടെ അകത്ത് ഭയത്തിന്റെ കണ്ടന്റ് മാറി, അവരാത്മാവിനെ നിറയപ്പെട്ടു ധൈര്യമുള്ളവരായി മാറി. അപ്പൊ ജ്ഞാനം ഉണ്ടാവും. അപ്പൊ ജ്ഞാനം ഇവിടെ ഇതുവഴിയാകണം, എതിലൂടാകണം? പരിശുദ്ധാത്മാവിനുള്ള ജ്ഞാനം ഉണ്ടാകട്ടെ. വായിച്ചു കൂട്ടുന്ന പുസ്തകങ്ങളുടെ ജ്ഞാനത്തെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. തിയറികളുടെ, ശാസ്ത്രങ്ങളുടെ അടിത്തറയല്ല ഞാൻ ഈ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ വിവേചിക്കുന്ന ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരുന്നവൻ ഭയപ്പെടത്തില്ല, രോഗത്തെ പേടിക്കത്തില്ല, മരണത്തെ പേടിക്കത്തില്ല, പ്രതികൂലങ്ങളെ പേടിക്കത്തില്ല. കാരണം അവനൊരു ഉറപ്പുണ്ട്, എന്നെ നയിക്കുന്നവൻ ശക്തിയുള്ളവരാണ്. അപ്പോസ്തലൻ പൗലോസിന്റെ ഭാഷയിൽ വഴിയൊരുവൻ തടയുന്നത് കൊണ്ടാണ് ദുർമൂർത്തി വെളിപ്പെടാതിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ എന്താ ദുഷ്ടപിശാചി കയറി മേയാത്തെന്നറിയാവോ? വഴിത്തലയ്ക്കൊരുവൻ തടയുന്നുണ്ട്. ആരാന്നറിയോ? ആജ്ഞായവൻ. ന്യായവിധിയുടെ കാറ്റായവൻ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ ഉറവിടമായവൻ. അവൻ വഴിത്തലയ്ക്കൽ നിന്ന് തടയുന്നുണ്ട് നിന്റെ കുടുംബത്തിനകത്തോട്ട്, നിന്റെ വീടിനകത്തോട്ട്. ഹല്ലേലൂയ. അന്യായ ബന്ധനങ്ങൾ കടക്കാതിരിക്കുന്നത്. അത് നീ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇന്നൊരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കുടുംബത്തിനകത്തോട്ട് അപ്പുറം ഇപ്പുറം പലതും നടന്നിട്ട് നിന്റെ വീട്ടിൽ കയറാതിരിക്കുന്നറിയാമോ? വഴിത്തലയ്ക്കൽ നിന്ന് തടയുന്നൊരുവനുണ്ട്. ഹല്ലേലൂയ. നിന്നേക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നൊരുവൻ. അവൻ നിന്നെ ശക്തീകരിക്കട്ടെ, അവൻ നിന്നെ ശുദ്ധീകരിക്കട്ടെ. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ കുഞ്ഞുങ്ങളിലേക്ക്, നിന്റെ കുടുംബ ജീവിതത്തിനകത്തേക്ക് അവന്റെ കൃപയുടെ വ്യാപാരം മഴ പെയ്തിറങ്ങുന്നത് പോലെ, തീയുടെ മഴ പെയ്തിറങ്ങുന്നത് പോലെ അതിൽ ചിലത് ചെയ്തെടുക്കുകയാണ്, ചിലത് ചെയ്തെടുക്കുകയാണ്, ചിലത് ചെയ്തെടുക്കുകയാണ്. ശുദ്ധീകരണത്തിന്റെ തീയിറങ്ങട്ടെ, ശുദ്ധീകരണത്തിന്റെ തീയിറങ്ങട്ടെ, ശുദ്ധീകരണത്തിന്റെ തീയിറങ്ങട്ടെ. ഉപവാസത്തിന്റെ 1-ാം ദിവസം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ കണ്ട് പേടിച്ചിരിക്കുന്നവരെ നിങ്ങളെ ബലപ്പെടുത്തുന്ന ആത്മാവിന്റെ സാന്നിധ്യം, ശുദ്ധീകരിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം, മലിനങ്ങളെ കത്തിച്ചു കളയുന്ന ആത്മാവിന്റെ സാന്നിധ്യം, വെളുപ്പവും വൃത്തിയുമുള്ളവനാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം, മഹത്വത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇതാ നിങ്ങളിരിക്കുന്ന മുറിക്കകത്തേക്ക്, നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് അവനിതാ ഇറങ്ങി വരികയാണ്. എണ്ണിച്ച് നിൽക്കാൻ പോലും കെൽപ്പില്ലാത്തവനെ ബലപ്പെടുത്തുന്ന ദൈവ കൃപയുടെ വ്യാപാരം, ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ആത്മാവ്.
ജ്ഞാനികളും താർക്കികന്മാരും ലോകത്തിൽ അനേകം കാണാം. ദൈവ ആത്മാവിൽ നിറയപ്പെട്ടവന്റെ ജ്ഞാനത്തെ ഇനി എന്ത് ഭാവമണ്ഡലത്തിൽ സംഭവിക്കാൻ പോകും, എന്റെ നാളെ എന്ത്, എന്റെ മുമ്പിലായിരിക്കുന്നവന്റെ ഭാവി എന്ത് ബോധ്യപ്പെടുത്തി തരുന്ന ആത്മാവ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ചിലത് ചെയ്യട്ടെ. എല്ലാ കണ്ണും അടയട്ടെ, എല്ലാ കണ്ണും അടയട്ടെ, എല്ലാ കണ്ണും അടയട്ടെ. യേശുവേ പരിശുദ്ധനേ, നന്ദി പിതാവേ, നന്ദി അപ്പാ, നന്ദി പരിശുദ്ധാത്മാവേ. പ്രാർത്ഥനയിലായിരിക്കുന്ന മുഴുവൻ പേരെപ്പോഴും അങ്ങയുടെ ആത്മാവിന്റെ തീയാൽ, അങ്ങയുടെ അഭിഷേകത്തിന്റെ ശക്തിയാൽ, അതിൽ ന്യായവിധിയുടെ കാറ്റിനാൽ, ശുദ്ധീകരിക്കുന്ന തീയാൽ മലിനതകളെ മാറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന ജനം ശക്തി കൊണ്ടും വിശുദ്ധി കൊണ്ടും നിറയണമേ നടിയ പ്രാർത്ഥിക്കുന്നു. ഞാൻ കണ്ട, എന്നെ അറിഞ്ഞ, എന്നെ തൊട്ട എന്ന ദൈവം എന്ന് പറയുവാൻ. ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവന് അവന്റെ രോഗബന്ധനം അറിയേണ്ടത് ആവശ്യമാപ്പാ. അവന് തിയറിയല്ല, അവന് തിയോളജിയല്ല, അവന് വേദശാസ്ത്രമല്ല അറിയേണ്ടത്, അവന്റെ രോഗബന്ധനം അഴിയണം. ആത്മാവിന്റെ ശക്തി ആ ബന്ധനത്തെ അഴിച്ചു മാറ്റട്ടെ. യേശുവിന്റെ മുമ്പിലായിരുന്നവനോട് ഹല്ലേലൂയ പഴയ നിയമത്തിലെ തോറയുടെ കൽപ്പനകൾ പഠിപ്പിക്കുകയല്ലായിരുന്നു, പകരം ആ രോഗയോട് എഴുന്നേക്കാൻ ആവശ്യപ്പെട്ടു. അത് ശബ്ദ നാളിൽ കൂനിയായിരുന്നവളോട് യേശു പറഞ്ഞു എഴുന്നേക്ക. ഹല്ലേലൂയ. വചനം കേട്ട് ശ്രദ്ധ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ അത് മേൽക്കൂര പൊളിച്ച് കുറച്ചു പേർ താഴോട്ടൊരുണി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവള് വന്ന് കിടക്കെടുത്ത് നടന്നോടുക. ഇന്ന് ചിലത് നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. രോഗസൗഖ്യം ദൈവവചനത്തിന് വിരോധമാണോ? ദൈവാത്മാവുള്ളിടത്ത് രോഗസൗഖ്യം ഉണ്ട് എന്ന് അവയുടെ നാമത്തിന് ഉറപ്പ് പറയുകയാണ്. ദൈവാത്മാവുള്ളിടത്ത് ദാരിദ്ര്യത്തെ പൊട്ടിക്കുന്ന ശക്തി വെളിപ്പെടുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ദൈവാത്മാവുള്ളിടത്ത് നിന്റെ ശരീരത്തിന് വിടുതലുണ്ടാവും ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ദൈവാത്മാവുള്ളിടത്ത് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എന്തിനാണെന്നറിയോ? കാൽവരി അവൻ യാഗമായി തീർന്ന് നിന്നെ ഉയർത്തി മാനിക്കേണ്ടതിന്, പരസ്യഘോലമായി തകർക്കപ്പെട്ടത് എന്തിനാണെന്നറിയാമോ? നിന്നെ ഉയർത്തേണ്ടതിന്. നിമിത്തോടെ കഷ്ടങ്ങൾ, രോഗമല്ലേ, ദുഃഖമല്ലേ, താല്പര്യമല്ലേ, തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തു നിമിത്തമുള്ള കഷ്ടങ്ങൾ അവനോട് കൂട്ടവകാശം നീ ജീവിക്കുമ്പോൾ നിനക്ക് നിന്നെയും പരിഹാസവും ദുഷിയും ഒക്കെ ആകാം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ചലിക്കുന്നവന് അതൊന്നൊരു വിഷയമല്ല കേട്ടോ. അവൻ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. ഈ അന്ത്യകാലത്ത് ഒരു അടയാളമായി, ഒരു അടയാളം, ഒരു അത്ഭുതമാക്കി ചില കർത്താവ് മാറ്റാൻ എല്ലാം വിട്ടുകളഞ്ഞു. ഈ നാട്ടിലോട്ട് പോരാ, ഇനി നിന്നിട്ട് കാര്യമില്ല ചിന്തിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ഒരു വഴി തുറക്കാൻ പോയി. എവിടെ നീ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെക്കുന്നു അവിടെ തന്നെ വഴി തുറക്കാൻ പോയി. ജോലികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കേൾക്കുന്നുണ്ട്. അതിന്റെ നടുവിൽ എങ്ങനെ നിനക്ക് വഴി തുറക്കാം. നിനക്കെതിരെയുള്ള കത്തിച്ചു കളയുന്ന അഗ്നിയുടെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്തെടുക്കാൻ പോവുകയാണ്. നിന്റെ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന്, എന്റെ അശുദ്ധിയിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടാകുന്നില്ലല്ലോ അപ്പാ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ പേടിക്കണ്ട, ഭാരപ്പെടണ്ട, കണ്ണുനിൽക്കണം. അവൻ നിന്നെ ശക്തീകരിക്കാൻ പോവുകയാണ്. അവൻ നിന്നെ ബലപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ നിമിഷം തന്നെ ഹല്ലേലൂയ, ഏത് സമയമാണോ ഇപ്പോൾ തന്നെ ഹല്ലേലൂയ, എന്നെ ഇന്റർനെറ്റ് മുഖാന്തരം കാണുന്നവർ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ അവരുടെ ജീവിതത്തിൽ ആ വിടുതൽ അനുഭവിക്കട്ടെ. ചലിക്കാത്ത കൈകൾ ചലിക്കട്ടെ, ചലിക്കാത്ത കാലുകൾ ചലിക്കട്ടെ, വറ്റി മാറട്ടെ, മുഴകൾ ചൊങ്ങിപ്പോട്ട്. യേശുവയുടെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. അന്യായ മുഖങ്ങളെ കത്തിച്ചു കളയുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ ഓരോരുത്തരും ഇറങ്ങുന്നതിനെ ഓർത്ത് സ്തോത്രം. സ്വർഗം പ്രാർത്ഥന സ്വീകരിച്ചതിനെ ഓർത്ത് സ്തോത്രം. യേശു അപ്പായുടെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ.